ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ലെബനോണിലെ ഹിസ്ബുള്ളും യമനിലെ ഹൗദികളും ഗാസയിലെ ഹമാസും ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ്. ഈ മൂന്ന് കൂട്ടർക്കും ഈ ആഴ്ചയിൽ കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ എല്ലാ ഇസ്രായേലികളും തയ്യാറായിട്ടില്ല. ഹമാസിനെ പരിപൂർണമായും നശിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ പ്രധാനമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. തീവ്ര വലതുപക്ഷ നിലപാടുള്ള കക്ഷികൾ മാത്രമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനാണ് ഇടതുപക്ഷ നിലപാടുള്ള ഭരണകക്ഷിയിലെ അംഗങ്ങളുടെയും പ്രതിപക്ഷ കക്ഷിയുടെയും ആദ്യ പരിഗണന. ഹമാസിൻ്റെ തടവിൽ നിന്നും മോചനം നേടി ഇസ്രായേലിൽ എത്തുന്നവർ കരളലിയിക്കുന്ന കഥകളാണ് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ബന്ദികളുടെ മോചനം വൈകുന്നതിൻ്റെ പേരിൽ വലിയ വിമർശനമാണ് ഭരണകക്ഷി നേരിടുന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കുന്നതിനോട് ഇപ്പോഴും പ്രധാനമന്ത്രി യോജിക്കുന്നില്ല. ചൈനയുടെ സഹായത്തോടെ കംബോഡിയ നിർമ്മിക്കുന്ന തോടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച ആരംഭിച്ചു. കംബോഡിയയുടെ തെക്കേ തീരത്തെ തലസ്ഥാന നഗരവുമായി ബന്ധിപ്പിക്കാനാണ് ഈ സംരംഭം. 180 കിലോമീറ്റർ നീളവും 100 മീറ്റർ വീതിയും 5.4 മീറ്റർ ആഴവുമുള്ള തോടാണ് നിർമ്മിക്കുന്നത്. പുതിയ തോടിൻ്റെ നിർമ്മാണം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതുമൂലം മെക്കോങ് നദിയിലെത്തുന്ന ജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറയും. ഇത് അയൽരാജ്യമായ വിയറ്റ്നാം അടക്കമുള്ള 5 രാജ്യങ്ങളിലെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും എന്നതാണ് പ്രധാന വിമർശനം. എന്നാൽ ഇതുവഴി ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക നേട്ടം മാത്രമാണ് കംബോഡിയ പരിഗണിക്കുന്നത്. $170 ലക്ഷം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 51% കൂടുതൽ ഓഹരികൾ തങ്ങളുടേതായിരിക്കും എന്നാണ് കംബോഡിയയുടെ പ്രഖ്യാപനം. ഇപ്പോൾ തന്നെ ഈ രാജ്യത്തിൻ്റെ വിദേശകടത്തിൻ്റെ 40% ചൈന നൽകിയ വായ്പകളാണ്. കംബോഡിയയിൽ ചൈനയുടെ ഇടപെടൽ വളരെ കൂടുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആറ്റം ബോംബ് ആക്രമണത്തിൻ്റെ ഓർമ്മയ്ക്കായി നാഗസാക്കിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിലേക്ക് ടോക്കിയോയിലുള്ള ഇസ്രായേൽ അംബാസിഡറെ ക്ഷണിച്ചില്ല. എന്നാൽ ഹിരോഷിമയിലെ ചടങ്ങിന് ക്ഷണിക്കുകയും ചെയ്തു. ഇതിൽ ഇസ്രായേൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇസ്രായേൽ നേതാക്കന്മാരെ കൊല്ലാൻ ഹിസ്ബുള്ളും ഇറാനും ശ്രമിക്കുമെന്ന് നാഗസാക്കിയിലെ മേയർ ഭയപ്പെടുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ഭയം ഹിരോഷിമയിലെ മേയർക്കില്ല. ഈ ചടങ്ങ് ഭംഗിയായി നടക്കണം എന്നു മാത്രമാണ് തങ്ങളുടെ ആഗ്രഹം എന്നാണ് ജപ്പാൻ പ്രതികരിച്ചത്. ഇതേ കാരണം കൊണ്ടുതന്നെ ഈ ചടങ്ങുകളിലേക്ക് റഷ്യയെയും ബെലാറസിനെയും ക്ഷണിച്ചിട്ടില്ല. ടോക്കിയോയിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തടയാനുള്ള ഒരു നടപടിയായി ഇതിനെ കാണണം എന്നാണ് ജപ്പാന്റെ അഭ്യർത്ഥന. തങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലെന്നും ഈ രാജ്യങ്ങളെ ഒഴിവാക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നും ജപ്പാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 2 ചടങ്ങുകളിലേക്കും ഇറാനെ ക്ഷണിച്ചതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്.
ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവെച്ചു. ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് സേനാ നായകനാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയെന്നും ഉടൻ തന്നെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുമെന്നും ഇദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി 15 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഹസീന ബീഗം വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഈ വർഷവും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 1971 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കും അവരുടെ ആശ്രിതർക്കും സർക്കാർ സർവീസുകളിൽ സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിച്ചത് 1 മാസം മുൻപാണ്. സമരക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധിയുണ്ടായി. തന്മൂലം സമരം കെട്ടടങ്ങുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്ന രീതിയിലേക്ക് സമരം മാറി. പ്രധാനമന്ത്രിയുടെയും മറ്റു ചില മന്ത്രിമാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഭരണകക്ഷിയായ അവാമി ലീഗുകാരും സമരക്കാരും പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടി. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഏഷ്യയിൽ ഒരു രാജ്യം കൂടി പട്ടാള ഭരണത്തിലേക്ക് മാറുകയാണ്. എല്ലാ ബുധനാഴ്ചകളിലും പൊതുജനങ്ങൾക്ക് മാർപ്പാപ്പയെ കാണാൻ വത്തിക്കാൻ അവസരം നൽകാറുണ്ട്. പോപ്പ് മൊബൈൽ എന്ന വാഹനത്തിൽ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നിൽക്കുന്ന ജനങ്ങളുടെ നടുവിലൂടെ കുശലം പറഞ്ഞും പുഞ്ചിരിച്ചും കൈകൾ വീശിയും മാർപ്പാപ്പ സാവധാനം കടന്നുപോകും. കർശനമായ നിയന്ത്രണമുണ്ടെങ്കിലും പ്രവേശനം സൗജന്യമാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ ആർക്കും പ്രവേശനം ലഭിക്കില്ല. ഈ ബുധനാഴ്ച നിയന്ത്രണങ്ങൾ ലംഘിച്ച് ചില പ്രതിഷേധക്കാർ മാർപ്പാപ്പായുടെ സമീപമെത്തി. വർഷം തോറും നടക്കുന്ന കാളപ്പോരിനെ തള്ളിപ്പറയണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. കാളകളെ കൊല്ലുന്ന ഈ വിനോദവുമായുള്ള എല്ലാ ബന്ധങ്ങളും കത്തോലിക്ക സഭ ഉപേക്ഷിക്കണം എന്നും ഇവർ ആവശ്യപ്പെട്ടു. പോർച്ചുഗൽ ഒഴികെയുള്ള മിക്ക രാജ്യങ്ങളിലും ഈ വിനോദം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് തങ്ങളുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണെന്നും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുമാണ് സ്പെയിനിൻ്റെ വാദം. കാളകൾ കൊല്ലപ്പെടുമ്പോൾ കൈയടിക്കുന്നത് വിനോദമല്ല, പാപമാണ് എന്നാണ് പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞത്. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്കു പകരം യാഹ്യ സിൻവറെ നിയമിച്ചു. ഒക്ടോബർ 7 നടന്ന ഇസ്രായേൽ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരകനാണ് സിൻവർ. ഇദ്ദേഹത്തെ വധിക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സംഘത്തിൻ്റെ തലവനാണ് യാഹ്യ സിൻവർ. ദോഹയിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇദ്ദേഹവുമായി കൂടി ആലോചിച്ചാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ തീരുമാനം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നതിനാൽ പലപ്പോഴും ചർച്ചകൾ വൈകാറുണ്ട്. ഹമാസ് തടവിലാക്കിയവരെ ഒരു രക്ഷാകവചം പോലെ ഇദ്ദേഹം ഉപയോഗിക്കുന്നതായും ഇസ്രായേൽ കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്ക തീവ്രവാദികളുടെ പട്ടികയിലാണ് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടും ഫ്രാൻസും ഇദ്ദേഹത്തിൻ്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ്റെ സുഹൃത്തായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന തുർക്കിയും ഖത്തറും അമേരിക്കയുടെ സുഹൃത്തുക്കളാണ്. യുദ്ധം തുടരുമെന്ന സൂചനയാണ് ഈ നിയമനം നൽകുന്നത്. ലോകത്തെങ്ങും ആരാധകരുള്ള ഒരു അമേരിക്കൻ പാട്ടുകാരിയാണ് ടെയ്ലർ സ്വിഫ്റ്റ്. ജീവഗന്ധിയായ വരികൾ എഴുതുകയും വൈകാരികത ഒട്ടും തന്നെ ചോർന്നു പോകാതെ ഇവർ അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ ഈ ആഴ്ചയിൽ നടത്താനിരുന്ന 3 പരിപാടികളാണ് മാറ്റിവെച്ചത്. ചാവേറുകളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ടാണ്
സംഘാടകർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്? പോലീസിൻ്റെ പിടിയിലായ 3 ചാവേറുകളാണ് ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ കൊലപാതകം നടത്താൻ ഇവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ ആൻഡ് സിറിയ നിയോഗിച്ചതാണ്. സ്വയം മരിക്കുന്നതിനോടൊപ്പം കുറച്ച് ആൾക്കാരെ കൂടി കൊല്ലുക എന്നതാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഒരാളിന് 18, രണ്ടാമന് 17, മൂന്നാമന് 15 പ്രായം. മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലാൻ കൊച്ചുകുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനെ ഒരു നീചകൃത്യമായി കാണാനും അതിനെതിരെ പ്രതികരിക്കാനും മാനവ സമൂഹം തയ്യാറാകേണ്ടിയിരിക്കുന്നു. ജൂലൈ 28 വെനിസ്വേലയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് മദുറോ വിജയിച്ചതായി നാഷണൽ കൗൺസിൽ ഫോർ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്നും വിജയിച്ചത് തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്നുമാണ് പ്രതിപക്ഷ സഖ്യം അവകാശപ്പെടുന്നത്. ഓരോ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും സമാഹരിച്ച ഡേറ്റ അനുസരിച്ചാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ അവകാശവാദം. ഇതനുസരിച്ച് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കാണ്. ഈ കണക്കുകൾ പ്രതിപക്ഷം അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള കണക്കുകൾ പ്രസിദ്ധീകരിക്കുവാൻ ഇതുവരെ നാഷണൽ കൗൺസിൽ ഫോർ ഇലക്ഷൻ തയ്യാറായിട്ടില്ല. പോളിംഗ് സ്റ്റേഷനിൽ നിന്നും പ്രതിപക്ഷത്തിന് ലഭിച്ച കണക്കനുസരിച്ച് ലഭിച്ച വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ മദുറോയ്ക്ക് ലഭിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകളിൽ കാണുന്നത്. പോളിംഗ് സ്റ്റേഷനിൽ തിരിച്ചുള്ള കണക്കുകൾ എന്തുകൊണ്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നില്ല എന്നത് ഒരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു. ജൂലൈ 29 UK സൗത്ത് പോർട്ട് എന്ന സ്ഥലത്ത് നടന്ന കൊലപാതകത്തെ തുടർന്നുണ്ടായ കലാപങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കൊച്ചുകുട്ടികളെ യോഗയും ഡാൻസും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഒരാൾ അതിക്രമിച്ചു കടക്കുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ കത്തികൊണ്ട് കുത്തി വീഴ്ത്തുകയും ചെയ്തു. 2 കുട്ടികൾ തൽക്ഷണം മരിക്കുകയും 9 കുട്ടികൾക്കും 2 മുതിർന്നവർക്കും ഗുരുതരമായി പരിക്കു പറ്റുകയും ചെയ്തു. 18 വയസ്സു തികയാത്ത ആക്രമി കുടിയേറിയ മുസ്ലിമാണെന്ന വാർത്ത പരക്കുകയും മുസ്ലിങ്ങൾക്ക് നേരെയും മോസ്കുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് വലതുപക്ഷ തീവ്രവാദികൾ കുടിയേറ്റ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. ഈ വാർത്ത തെറ്റാണെന്നും ആക്രമി ഒരു ബ്രിട്ടീഷ് പൗരനാണെന്നും വ്യക്തമായി. ഇതേ തുടർന്ന് കുടിയേറ്റക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണകക്ഷിക്കാരും തെരുവിലിറങ്ങി. 18 തികയാത്ത ഒരു കുട്ടിയുടെ വികൃതി മൂലം ഒരു രാജ്യത്തിൻ്റെ ക്രമസമാധാന നില തകർന്നു. 2 ആഴ്ചയായി ഈ നാട് മുഴുവൻ ഭയത്തിൻ്റെ നിഴലിലാണ്. വെടിനിർത്തലിനുള്ള ചർച്ചകൾ വീണ്ടും തുടങ്ങണമെന്ന് മധ്യസ്ഥത വഹിക്കുന്ന അമേരിക്ക, ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഇതിനകം നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും വളരെ കുറച്ചു കാര്യങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത്. ബൈഡൻ നിർദ്ദേശിച്ചതുപോലെ പൂർണ്ണമായ വെടിനിർത്തൽ, ബന്ദികളുടെ മോചനം, ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ യോജിപ്പിൽ എത്താനാണ് സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നത്. ഈ മാസം 15 മുമ്പ് തന്നെ ചർച്ചകൾ തുടങ്ങണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ
ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ചയിൽ വധിച്ചത്. എത്രയും വേഗം ചർച്ചകൾ ആരംഭിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും കഴിയട്ടെ എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.